ദേവു, നീ ഈ സമയത്ത് തനിച്ചിങ്ങോട്ട് വന്നത് നിന്റെ അച്ഛൻ കടുവയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ദേവു. എന്താ സാറോ? സാറെന്താ ഇവിടെ? നീ എന്താ വിചാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സാറ് വിചാരിച്ചിരിക്കുന്ന പോലെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്താ വിചാരിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാം? താഴത്ത് ഭയങ്കര ചൂടും കാറ്റുള്ളാനാ മുകളിലേക്ക് വന്നത്. AC വർക്ക് ചെയ്യുന്നില്ല സാർ. സാറെന്തിനാ ബുദ്ധിമുട്ടുന്നത്? സാറ് കട്ടിലേക്ക് കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. വേണ്ട, നിങ്ങളെല്ലാം പരിഷ്കാരികളല്ലേ, നിങ്ങക്ക് തറ ശരിയാവില്ല. നമ്മളെ പോലെ നാട്ടിൻ പുറത്തുകാർക്ക് ഇതൊക്കെ ചേരൂ. താ മോളിൽ കിടന്നു. ഓക്കെ, കിടന്നു. സാർ, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിന് താങ്ക്സ്. നിന്നെ ഇവിടെ താമസിപ്പിച്ച് നിന്റെ കട്ടയം പടവും മടക്കാൻ വേണ്ടിയാ. സാർ, 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 ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. സാർ, 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 മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എന്താ? വെടിവെക്കരുത്. ഡോണ്ട് മൂവ്. ഒരു ഇഞ്ച് അനങ്ങിയാൽ നിന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്യും. സാർ, ഞാൻ കള്ളനല്ല, ഹരീഷ. ഇത് കമ്മീഷണറുടെ വീടാടാ. അകത്തുള്ള കള്ളന് പുറത്തു പോകാനാവില്ല, പുറത്തുള്ള കള്ളന് അകത്ത് വരാനാവില്ല. സാർ, എന്നെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ഉറങ്ങിയതിന് ശേഷം പുറത്തു പോയി നീ ആരെ കാണാൻ ഉദ്ദേശിച്ചത്? ബാത്റൂമിൽ പോകാനായിരുന്നു സാർ. ഒന്നിന് റൂമില്ല. ഇതാ പോലീസ് ബുദ്ധി. എന്റെ അടുത്ത് നിന്റെ അടവൊന്നും നടക്കില്ല. നീ പോയിട്ട് വാ. അവിടെ ടവലും സോപ്പും ഒക്കെ ഇരിപ്പുണ്ട്. അല്ല, എന്റെ കാലിൽ എന്തിനാ കെട്ടിയിരിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരു പാരമ്പര്യ. ഒരു 100-120 വർഷം മുമ്പ് പാലക്കാട് നിന്ന് ഒരാൾ ഇവിടെ വീട്ടിൽ വിരുന്ന് വന്ന് താമസിച്ചു. ഇതേപോലെ തന്നെ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി അയാള് എഴുന്നേറ്റ് പോയപ്പോ കാല് വഴുതി പൊട്ടക്കണ്ടിലേക്ക് വീണു, ചത്തുപോയി. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ ആര് വിരുന്നിന് വന്നാലും ശരി, ഇതേപോലെ ഒരറ്റ എന്റെ കാലിലേക്ക് അങ്ങ് കെട്ടും, മറ്റേ അറ്റം വിരുന്നുകാരന്റെ കാലിലും കെട്ടും. എന്നിട്ട് ഉറങ്ങും. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്തെ അത് അഴിക്കും. ഓ, കഷ്ടകാലം. ഓ, ഹരീഷായിരുന്നോ? ഇതാ കോഫി റെഡി. ഡബിൾ സ്ട്രോങ്, 1/2 സ്പൂൺ പഞ്ചസാര, പാല് കുറച്ച്. ശരിയല്ലേ? ദേവ് പറഞ്ഞിട്ടുണ്ട്. ആരോടും ചോദിക്കാതെ കിച്ചണുള്ളിൽ കയറി. ഐ ആം സോറി. കെട്ടിയവന് കാപ്പിയിട്ട് കൊടുക്കണമെന്നാണ് എല്ലാ പെണ്ണുങ്ങളുടെയും കടമ. ദേവു ഭാഗ്യമുള്ളവളാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ദേവുവിന്റെ അച്ഛൻ വളരെ നല്ലയാളാ. എൻ്റെ അച്ഛൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചോ, സാർ അതുപോലത്തെ ആളാ. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. എൻ്റെ അച്ഛൻ കുടിച്ചും ചീട്ട് കളിച്ചും സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു. അവസാനം തെണ്ടി നടന്ന് റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരിച്ചു. എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയായി മാറി. അവസാനം അമ്മയെ പോയി ആത്മഹത്യ ചെയ്തു. അന്നു മുതൽ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് വെറുക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനെ പോലെ ഞാൻ ആവരുത്
എന്ന് മനസ്സിൽ സത്യം ചെയ്തു. അയ്യോ, എന്തിനാ ആന്റി? ഐ ആം റിയലി ഓക്കെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, മോൻ ഇനി ആന്റിന്ന് വിളിക്കണ്ട, വേണമെങ്കിൽ അമ്മയെന്ന് വിളിച്ചോളൂ. അമ്മ, റൈറ്റ്. മുളക് പൊടി എവിടെ അമ്മേ? ദോ, ഓ, നന്നായി പാചകം ചെയ്യുമെന്ന്. മോനെ, ഉള്ള ജോലി പോയാലും കയ്യിലൊരു തൊഴിലുള്ളതെന്നല്ല. ഗുഡ് ജോക്ക്. ഹരീഷ മോനെ, നിന്നെ കാണാൻ വലിയച്ഛൻ വന്നിരിക്കുന്നു. ഓ അമ്മേ, ആ, ഞാൻ ഞാൻ നോക്കിക്കോളാം. പോ. സോറി വലിയച്ഛ, വന്ന ഉടനെ ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതാ. സാരയില്ലട മോനെ, നീ വന്ന വിവരം ഞാൻ രാവിലെ അറിഞ്ഞത്. എടാ, മഹാദേവന് ഒരു 4000 പ്രാവശ്യം എനിക്ക് ഫോൺ ചെയ്തടാ. നിന്നെ അമ്മയെന്നാവൻ വിളിക്കുന്നത്? ആന്റി ആന്റി എന്നാ വിളിച്ചത്. അത് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ട് അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ അവൻ അമ്മായി എന്ന് വിളിക്കായിരുന്നില്ലേ? ആഹാ, അത് ശരി. ആ, അതെ, അതെ. ഞാനത് ഓർത്തില്ല. ചില സമയത്ത് ബുദ്ധി എന്ന് പറയുന്നത് വരില്ല, പെട്ടെന്ന് ഞാൻ അതെ, ഓർത്തില്ല. അതെ. കോഫി എടുക്കട്ടെ? എനിക്ക് വേണ്ട, നീ കഴിച്ചു. ആ, എന്താടാ പ്രശ്നം? നിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഒന്നും ചെയ്യില്ല വലിയച്ഛ. ഇനി അങ്ങനെ ചെയ്താലും നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? തിരിച്ച് നമ്മൾ ഒരു കേസ് കൊടുക്കണം. കൂടിപ്പോയ ഒരു 2 ലക്ഷം രൂപ ചെലവാകും. 2 ലക്ഷം? എന്റെ കയ്യിൽ 2 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെട്ടിക്കടയിട്ട് സമാധാനമായിട്ട് ജീവിച്ചേനെ. മരമണ്ടൻ, 2 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ കരഞ്ഞ നീ സമ്പാദിച്ചതൊക്കെ അവൻ അനുഭവിക്കണമെന്നാണോ? കുറച്ച് പണം വേണമെന്ന് പറഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കടാ. അയ്യോ വലിയച്ഛ, ഞാൻ എങ്ങനെയാ അത് ചോദിക്കുക? ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഇതിലൊന്നും ഈഗോ ഒന്നും നോക്കണ്ടടാ. കുടുംബം എന്ന് പറയുന്നത് ശരി ശരി, വന്നേ. പോ. എന്തിനാ ഇവനിങ്ങനെ ആട്ടി ഓടിക്കുന്നത്? അവൻ പറഞ്ഞല്ലോ പിന്നെ ഒന്ന് Bye. കാണാവുന്ന. ഞാൻ ഇവനെ വിശ്വസിച്ചതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇങ്ങനെയൊക്കെ ആകൂന്ന് ആരാ കരുതിയത്? പുറത്തേക്ക് പോകണോ സർ ഇത്ര രാവിലെ? വാക്കിങ്ങിന് പോവാ. ഓ ഗ്രേറ്റ്, ഞാനും വരാം. എന്തിനാ? ഞാൻ തനിച്ച് പോയിക്കോളാം. മോർണിംഗ് വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം സർ. ഒരു മിനിറ്റ്, ഷൂ ഇട്ടിട്ട് വരാം.